ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതൊരു പാപിക്കും ഒരു ഭാവി കാലമുണ്ട്, ഏതൊരു വിശുദ്ധനും ഒരു ഭൂതകാലവും എന്ന് തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് നമ്മെ വിസ്മയങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു വിശുദ്ധന്റെ തിരുനാൾ ഇന്ന് തിരുസഭാ മാതാവ് ആചരിക്കുന്നു. ഓഗസ്റ്റ് 28 സെയിന്റ് അഗസ്റ്റീൻ ഓഫ് ഹിപ്പോ. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റീൻ AD 354 നവംബർ 13 ആഫ്രിക്കയിലെ തെഗാസ്റ്റയിൽ, അതായത് ഇന്നത്തെ അൾജീരിയയിൽ ജനനം. അമ്മ വിശുദ്ധ മോണിക്ക, പിതാവ് പാട്രീഷ്യസ്. ബിഷപ്പ് അംബ്രോസിന്റെ സ്വാധീനവും തന്റെ അമ്മ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് അഗസ്റ്റീനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും പ്രഗത്ഭനായ എഴുത്തുകാരനുമായ അദ്ദേഹം ഒരു കഴിവുള്ള പ്രസംഗകനും വാഗ്മിയും കൂടിയായിരുന്നു. സഭയുടെ ലാറ്റിൻ പിതാക്കന്മാരിൽ ഒരാളായ അദ്ദേഹം റോമൻ കത്തോലിക്ക മതത്തിൽ സഭയുടെ ഡോക്ടറായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. വിശുദ്ധ പൗലോസിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ ചിന്തകനാണ് വിശുദ്ധ അഗസ്റ്റീൻ. അദ്ദേഹത്തിന്റെ കൃതികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായക നിമിഷം തീവ്രവും വളരെ വ്യക്തിഗതവുമായ ഒരു ക്രിസ്തുമത രൂപത്തിലേക്കുള്ള മതപരമായ പരിവർത്തന സമയമായിരുന്നു. ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് എന്ന നിലയിൽ തന്റെ ജീവിതത്തിന്റെ കഥ വീഴ്ചയുടെയും ഉയർച്ചയുടെയും പാപത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും ശൂന്യതയുടെയും കൃപയുടെയും വഴികളായിരുന്നു എന്ന് ലോകത്തോട് അദ്ദേഹം ഏറ്റുപറഞ്ഞു. അഗസ്റ്റിന്റെ തൂലികയിൽ നിന്ന് ഏതാണ്ട് 103-ലധികം കൃതികൾ പിറന്നു. ശ്രദ്ധേയമായ കൃതികൾ ഇവയാണ്: കുറ്റസമ്മതങ്ങൾ, ക്രിസ്തീയ സിദ്ധാന്തത്തെക്കുറിച്ച്, ത്രിത്വത്തെക്കുറിച്ച്, ദൈവത്തിന്റെ നഗരം. കത്തോലിക്ക സഭ, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ, ലൂതറൻ സഭ, ആംഗ്ലിക്കൻ കൂട്ടായ്മ എന്നിവയിൽ അഗസ്റ്റിനെ ഒരു വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. AD 430 അഗസ്റ്റിൻ രോഗബാധിതനായി. അദ്ദേഹം തന്റെ മുറിയുടെ ചുവരിൽ കുറിച്ചിട്ട ദാവീദിന്റെ അനുതാപ സങ്കീർത്തനങ്ങൾ ചൊല്ലി പകലും രാത്രിയും ചിലവഴിച്ചു. ഓഗസ്റ്റ് 28 വിശുദ്ധ അഗസ്റ്റീൻ ദൈവസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണശേഷം മൃതദേഹം ഹിപ്പോയിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇറ്റലിയിലെ സിൽസി ഓറോയിലെ സാൻ പിയാട്രോ ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ വയ്യ. അവളുടെ വാക്കുകളും നോട്ടവും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. എന്റെ ദൈവമേ, ഞാനിന്ന് അങ്ങയുടെ ശിശുവെങ്കിൽ അങ്ങ് എനിക്ക് നൽകിയ ഇത്തരം അമ്മയെ നൽകിയതുകൊണ്ടാണ്. വിശുദ്ധ അഗസ്റ്റീൻ. വിശുദ്ധ അഗസ്റ്റീനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.